കൊച്ചുവേളിയിലെ ചിൽഡ്രൻസ് പാർക്കിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിത്യേനെ ഒരുപാട് കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ സഞ്ചരിച്ചു പോകുന്ന ഒരിടമാണ്. ഇവിടെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇതുപോലെയുള്ള തെരുവു നായ്ക്കൾ. ഇതിൽ അധികൃതർ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇതിനെപ്പറ്റിയുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഈ ചിൽഡ്രൻസ് പാർക്കിൽ തെരുവു നായ്ക്കൾ ഇറങ്ങിക്കയറുന്നു, എന്താ ചേട്ടന് പറയാനുള്ളേ? ഞാനേ ഇവിടെ വന്ന് കയറുമ്പം തന്നെ ഇവിടെ ഒരു 10-12 തെരുവ് നായ്കൾ വിഹരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കൊച്ചു കുട്ടികൾ കളിക്കുന്ന പാർക്കാണ്. അധികാരികൾ അതിനെ പോലും ഇവിടെ നിയന്ത്രിക്കാനോ അതിനെ പുറത്താക്കാനോ കഴിയില്ലെങ്കിൽ നമ്മൾ ഈ പാർക്ക് ഇതൊക്കെ നടത്തുന്നതുകൊണ്ട് എന്ത് പ്രതിഫലമാണുള്ളത്? ഇത് ശരിക്കും അധികാരികളുടെ ശ്രദ്ധ ഇതിൽ പെടേണ്ടതാണ്. കുട്ടികൾക്കൊരു സുരക്ഷിതയില്ല. കുട്ടികൾക്ക് എന്ത് സുരക്ഷിതത്വം മാത്രമല്ല മുതിർന്നവർക്ക് പോലും ഇന്ന് പേപ്പട്ടികളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പലയിടത്തും പേപ്പട്ടി കടിച്ച് മരണം വരെ സംഭവിക്കുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള തെരുനായ്ക്കളെ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ തന്നെ കുട്ടികളെ വിഹരിക്കുന്ന ഒരു ഉപദ്രവിക്കുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള തെരുനായ്ക്കളെ വിഹരിക്കാൻ വിടുന്നത് എത്രയായിരുന്നാലും അധികാരികൾ ഇത് ശ്രദ്ധിക്കുകയാണ്. അതെങ്കിലും അവർ ചെയ്തില്ലെങ്കിൽ എന്ത് ആണ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എന്ത് സുരക്ഷിതമാണ് ഈ പാർക്കിലുള്ളത്. വളരെ നല്ല പാർക്കാണ്, എല്ലാം നല്ല വിശാലമായ പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ളൊരു പാർക്കാണ്. പക്ഷേ അത് വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അധികാരികൾ അത് ശ്രദ്ധിച്ച് വേണ്ട നടപടി എടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചേട്ടൻ എത്ര നാളായി ഇവിടെ ഇങ്ങനെ വരും? ഞാനിവിടെ അടുത്ത് കണിയാപുരത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്. വന്ന് ഫാമിലിയായിട്ട് കൂടെ വന്ന് കുറച്ച് നേരം ഈ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു വിശ്രമിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് തെരുവുനായ്ക്കൾ. എത്ര നാളായിട്ട് ഇങ്ങനെ തെരുവുനായ്ക്കൾ? ഞാൻ വന്നിട്ട് ഇത്തിരി നാളായി. അപ്പോഴൊക്കെ ഇവിടെ എപ്പോഴും തെരുവുനായ്ക്കൾ ഇങ്ങനെ ഇന്ന് വന്നപ്പോഴും ഒരു 8-10 നായ്ക്കൾ ഇങ്ങനെ കൂടി നിന്ന് കുട്ടികൾ കളിക്കുന്നു. അത് കണ്ടെന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പരസ്പരം പോര് കൂടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ എന്തെങ്കിലും കുട്ടികളെ ഒന്ന് കടിക്കുകയോ പിടിക്കുകയോ ചെയ്താൽ ഇതാരെങ്കിലും ഇതിന് സമാധാനം പറയും. കുട്ടികൾക്ക് എന്ത് സുരക്ഷിതമാണ് ഈ ടൂറിസ്റ്റ് വില്ലേജിലുള്ളത് എന്ന് അധികാരികൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ട നടപടികളെടുക്കണം. എല്ലാ നായ്ക്കളെയും പുറത്താക്കിക്കൊണ്ട് കുട്ടികൾക്ക് ഒരു സുരക്ഷിത ഒതുക്കാനുള്ള സന്ദർഭം എല്ലാവരും ഉണ്ടാക്കണം. നേരത്തെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്ന് വിചാരിച്ചത് ഞാൻ ഈ മീഡിയ വൺ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്നുള്ള, അപ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ആ കൂട്ടത്തോടുള്ള ഒരു സ്നാപ്പ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും ഞാൻ ഇനി അത് ശ്രദ്ധിക്കും. അതിനുവേണ്ട പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കും. ഇവിടെ ധാരാളം കുട്ടികളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ പാർക്കല്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് സാധാരണ ഉണ്ടാവാറുണ്ട്. അതായത് കൂടുതലും നായ്ക്കളുടെ ശല്യമുണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് കുട്ടികളെ സംബന്ധിച്ചോളം. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികാരിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്ത് അത്തരത്തിലുള്ള നായ്ക്കളുടെ ശല്യങ്ങൾ ഒഴിവാക്കണമെന്ന് ഉള്ളൊരു അഭ്യർത്ഥന. ഇവിടെ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നതല്ലേ, അത് ബാധിക്കത്തില്ല. കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ബാധിക്കും. അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ അത് അവർ കളിയുടെ ആ ഒരു ഇതിൽ അത് ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പോൾ അവരത് കടിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ അധികാരികൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. ഈ പട്ടികൾ എന്തായാലും പാടില്ല. നമുക്ക് ഇതിൻ്റെ ഈ കൊച്ചു പിള്ളേരെ കളിക്കാൻ വിളിച്ചുകൊണ്ട് വരികയാണ്, ഇങ്ങനത്തെ ഇതാണ് കണ്ടീഷൻ, നമുക്ക് അറിയാനും പറ്റില്ല. ഹൈജീനും മെയിൻറ്റെയിൻ ആവത്തില്ല. പട്ടികൾ എന്തായാലും പാടില്ല. അത് ഇതാണ് നമ്മൾ പറയാനുള്ളത്. ചേട്ടാ ഇവിടെ കൂടെ വരാറുണ്ടോ? നമ്മളിപ്പോൾ ഒരു 2-3 months ഒരിക്കൽ. അപ്പോഴേക്ക് ഈ പട്ടിശല്യം ഇവിടെ ഉണ്ടാകും? നേരത്തെ ഉണ്ട്. നേരത്തെ ഉണ്ട് ഇവിടെ. എന്നിട്ട് ഇത് മറ്റുള്ളവരെ അറിയിക്കാനൊരു നടപടിയൊന്നും എടുത്തില്ല? ഇല്ല, അന്ന് നമ്മൾ സെക്രട്ടറി അടുത്ത് മാത്രം പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അന്ന് ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പട്ടികൾ വേറെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അത് മാത്രം ചെയ്യത്തില്ല എന്ന് അവരൊക്കെ എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? അത് അറിയത്തില്ല, അവരത് മാത്രം പറഞ്ഞായിരുന്നു. വീട്ടിൽ ഞങ്ങൾ 5-10 വർഷം വളർത്തുന്ന പട്ടി ഒന്നും ചെയ്യത്തില്ല എന്ന് പറയും. എന്നിട്ട് എത്രയോ പേർക്ക് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴാണ് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നതെന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും അതൊരു സേഫ്റ്റി ഇഷ്യൂസ് ആണ്. എന്തായാലും അതില്ലാതിരിക്കണതാണ് നല്ലത്. സെക്യൂരിറ്റി വേണം ഇവിടെ ഒരു ഫസ്റ്റ് ഒരു മെയിൻ്റെനൻസ് കൊടുക്കാനുള്ളത്. അപ്പോൾ അയാളിൽ നിന്ന് അങ്ങനെ ഒരു മറുപടിയാണ് ഉണ്ടായത്. അത് നേരത്തെ വന്നപ്പോൾ കൂടുതലുള്ളല്ലോ, അവരൊന്നും ഇതിനെപ്പറ്റി മൈൻഡ് ചെയ്യുന്നില്ലല്ലോ.
അപ്പോൾ അവർ കണ്ടറിഞ്ഞ് വരണം, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിനുള്ള നടപടികൾ എടുക്കണം. രണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇവിടെ ആകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ അറിഞ്ഞു കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ എത്ര ടൂറിസ്റ്റുകൾ വരുന്ന അവർക്ക് പൈസ മേടിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു എത്രയും പെട്ടെന്ന് തന്നെ ഈ അധികാരികൾ കണ്ടറിഞ്ഞ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം, പൊതുവെയുള്ള അഭിപ്രായം. ഇപ്പോൾ ഒരു കുട്ടിയെ കടിച്ചു, അത് യാതൊരു ഇതും കാണത്തില്ല, കൊച്ചു കുട്ടികളായും കടിച്ചു, ചിലപ്പോൾ ചിലത് അറിയാതെ ചിലപ്പോൾ നക്കിയിട്ട് പോയാലും മതിയല്ലോ, വിഷയങ്ങളാണല്ലോ. ആണ് എൻ്റെ അഭിപ്രായം ഇതാണ്.